കരുവന്നൂർ കേസിൽ 2 പേർ മാപ്പ് സാക്ഷികൾ. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പ് സാക്ഷികൾ. സ്വമേധയാ മാപ്പ് സാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, വിശദാംശങ്ങൾ ഏത് രീതിയിൽ മാപ്പ് സാക്ഷികളാകുന്നു എന്നുള്ള സത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത്? ഏത് രീതിയിലായിരുന്നു കേസിൽ ഇവരുടെ പങ്കാളിത്തം? അപർണ, ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടാം ഘട്ട അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടക്കുമ്പോഴാണ് വളരെ നിർണായകമായിട്ട് 2 പേർ ഈ കേസിൽ മാപ്പ് സാക്ഷികളാവുന്നത്. അത് ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് ഈ കേസിൽ മാപ്പ് സാക്ഷികളാവുന്നത്. കേസിലെ ആദ്യ കുറ്റപത്രത്തിലെ 33, 34 പ്രതികളാണ് ഇവരാണിപ്പോൾ മാപ്പ് സാക്ഷികളായിരിക്കുന്നത്. ഇവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നേരത്തെ ഇവരുടെ രഹസ്യമൊഴി 2 പേരുടെയും രേഖപ്പെടുത്തിയിരുന്നു. ബാങ്കിലെ ക്രമക്കേടിൽ CPM ഇടപെടൽ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് മാപ്പ് സാക്ഷികൾ എന്നാണ് ED വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്തയിടെ വന്നിരിക്കുന്ന പല വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളും അത് സംബന്ധിയായ പല വിവരങ്ങളും വന്നിരുന്നു. അത് സംബന്ധിയായ കൂടുതൽ കാര്യങ്ങൾ നൽകുന്നത് ഇവരുടെ മൊഴികളാണ് എന്നുള്ളൊരു വസ്തുതകളാണ് പുറത്ത് വരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം മുറുകുന്നു. അതിനിടെയാണ് 2 പേർ ഇപ്പോൾ മാപ്പ് സാക്ഷികൾ ആയിരിക്കുന്നത്. നേരത്തെ ഈ ബാങ്കിലെ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് 2 അക്കൗണ്ടുകൾ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അത് 5 അക്കൗണ്ടുകൾ എന്ന രീതിയിലേക്ക് വന്നിരുന്നു. അതുമാത്രവുമല്ല, ബാങ്കിലെ പല ബനാമി ഇടപാടുകൾ സംബന്ധിച്ച പല വിവരങ്ങളും ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസിനടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. ഈ അക്കൗണ്ടുകൾ വഴി നിരവധിയായ തുക, വൻതോതിലുള്ള തുക അത് കൈമാറ്റം നടന്നിട്ടുണ്ട്, ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ EDയുടെ പക്കലേക്ക് എത്തിയതും ഇത്തരം മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് കരുതുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകാൻ അന്ന് ഹാജരായിരുന്ന ജില്ലാ സെക്രട്ടറി MM വർഗീസ് തയ്യാറായിരുന്നില്ല. പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. പിന്നീട് പലതവണ സമൻസ് അയച്ചെങ്കിലും ഇവിടേക്ക് EDയുടെ മുന്നിലേക്ക് എത്തിയിരുന്നില്ല. ഈ പുതിയ നീക്കങ്ങളെല്ലാം തന്നെയും പിന്നീട് CPMലേക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ ED മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജാമ്യാപേക്ഷ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അരവിന്ദാക്ഷൻ എന്നായിരുന്നു ED പറഞ്ഞിരുന്നത്. അങ്ങനെ പല വിവരങ്ങൾ സംബന്ധിച്ച്, നിർണായകമായ വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ED നൽകിയിട്ടുള്ള സ്വമേധയാ നൽകിയിട്ടുള്ള മാപ്പ് സാക്ഷികളാകാനുള്ള അപേക്ഷ ഇവരിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ EDയുടെ പക്കലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് കേസിലെ 1ഉം 2ഉം പ്രതികളായിരുന്നു ഇവർ വന്നിരുന്നത്. പിന്നീട് അതിനുശേഷം ED കേസ് അന്വേഷിക്കുമ്പോൾ ഇതിലേക്ക് 33, 34 പ്രതികളാണ് EDയുടെ സ്ഥാനത്ത് ബിജു കരീമും അതോടൊപ്പം തന്നെ സുനിൽകുമാറും ഉള്ളത്. ഈ ആദ്യത്തെ കുറ്റപത്രത്തിൽ 55 പേരാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. അതിൽ പെടുന്നവരാണ് ഇവർ. എന്തായാലും ഇപ്പോഴുള്ള നീക്കം വളരെ നിർണായകമാണ്. ED നൽകിയിരിക്കുന്ന മാപ്പ് സാക്ഷികളുടെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ് മാപ്പ് സാക്ഷികൾ എന്നാണ് EDയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അപർണ, ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്.